ഡേ 3 ഓഫ് ആത്മീയയാത്ര. നമ്മൾ വീണ്ടും യോഗയ്ക്ക് വേണ്ടി പോവുകയാണ്. നമുക്ക് വേണ്ടി സ്നേഹ ബിനോയ് അവിടെ വെയിറ്റിംഗ് ആണ്. ബോയ്സ് മാത്രമല്ല, നമ്മുടെ കൂടെ ഗേൾസും ഉണ്ട്. കാരണം ബോയ്സ് എണീറ്റില്ല. നമ്മൾ ഏർലി മോർണിംഗ് എണീറ്റു, നേരത്തെ ഉറങ്ങിയതിനെ കൊണ്ട്. ഇവിടുന്ന് ജോഗിങ് ഉണ്ടാവും. ജോഗിങ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എൻഡ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഇന്നലത്തെ പോലെ യോഗ ഹാളിലേക്കാണ്. ഇത് കണ്ടോ, ഇതിലെനിക്ക് നല്ലൊരു കാണുന്നുണ്ട്. ഇന്ന് രാവിലെ അബദ്ധം പറ്റിപ്പോയി. നല്ല പരിചയമുള്ള ടേസ്റ്റുള്ള ബ്രഷ് വെച്ച് പല്ലേക്കുമ്പോൾ നല്ല പരിചയമുള്ള ടേസ്റ്റുള്ള സാധനം തോന്നി. വായ മൊത്തം പൊള്ളിപ്പോയി. പിന്നെ മനസ്സിലായി അതിനകത്ത് ബാഗിലൊരു സ്പ്രേ ഉണ്ടായിരുന്നു. സ്പ്രേ എല്ലാം കൂടി ബ്രഷിലായി. ഇതിന് വായൊക്കെ കത്തിപ്പോയി. ഇപ്പൊ ടേസ്റ്റ് ഒന്നും അറിയുന്നില്ല. പക്ഷെ ഇപ്പൊ വായ പറഞ്ഞ ഭയങ്കര സ്മെല്ലാ. യാഡ്ലി മെന്നിന്റെ സ്മെല്ലാണ് ഇപ്പൊ വായിന്ന് വരുന്നത്. ഗൈസ് നോക്കൂ, നമ്പൂതിരിക്കുട്ടി പുലിക്കുട്ടിയായി. ഗൈസ് ഇന്നലെ സുംബനെ പറ്റി ഒരുപാടൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. അത് അവിടെ ആയിരിക്കും സുംബ നടക്കുക. സ്നേഹ ബിനോയ് സുംബ കാണിക്കുന്നത്. പിന്നെ വീഡിയോ ഇടാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റിന്റെ ഇഷ്യൂസ് ഉണ്ട്. ദിസ് ഇസ് അവർ ഷിഫു. ഗൈസ് വി ആർ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ അവർ മാസ്റ്റർ ട്രെയിനർ സ്നേഹ ബിനോയ്. നമ്മൾ കാണുന്നില്ല. ഗൈസ് മാസ്റ്റർ സ്നേഹ എവിടെയായിരുന്നു? സ്കിൻ കെയർ ചെയ്യായിരുന്നു. പതഞ്ജലി ശരിക്കും യോഗ എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റാണ്. ബുദ്ധ വിഷുക്കളാണ് യോഗ പ്രാക്ടീസ് ചെയ്യുക. മാളവിക ചേച്ചി, മാളവിക. ഗൈസ് അസികനെ കാണാൻ ഒരു കോഴിക്കോട്ടിനെ പോലെ ലിറ്റിൽ ചിക്ക്. ഗൈസ് സ്നേഹ ബിനോയ് പണി തുടങ്ങി. സ്നേഹ ബിനോയ് കാണിച്ചിരുന്ന അതേ സ്റ്റെപ്പാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ഇമ്മൻസ് യോഗ സെഷൻ. ഇന്ന് ഏതോ പുള്ളിപ്പുലി സാറ് കൊണ്ടുവന്നേ. ആരാ നിൽക്കണേ കണ്ടോ ഗൈസ്? ഇന്നത്തെ യോഗ എന്ന് പറഞ്ഞാൽ ഗംഭീര യോഗയായിരുന്നു. കാരണം മൂക്കടപ്പുണ്ടായിരുന്ന എൻ്റെ മൂക്കടപ്പ് വരെ മാറിപ്പോയി ബ്രീത്തിങ് ടെക്നിക്ക് കാരണം. ഗംഭീരമായിട്ടാണ് ഇന്ന് പുള്ളിക്കാരൻ കുറേ ഇൻസ്ട്രുമെന്റ്സും പുള്ളിക്കാരൻ കൊണ്ടുവന്നു. മറ്റേ ഈ ചമ്മന്തി പൊടി അരയ്ക്കുന്ന പോലത്തെ ഒരു സാധനം, ശംഖ്, ഗംഭീരമായിരുന്നു. ഒരു പെൺകുട്ടി നമ്മളെ ആക്രമിക്കാൻ വന്നാൽ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കണമെന്നാണ് ശ്രീകുമാർ സാർ ഇപ്പോൾ പഠിപ്പിച്ചിരുന്നത് നമുക്ക്. സ്നേഹബിനോയെ നല്ലോണം മുതലാക്കുന്നുണ്ട്. സാറിൻ്റെ കൊരവള്ളി പിടിച്ച് പറക്കുകയാണ് അവിടെ. പക്ഷെ ശ്രീകുമാർ സാർ ബ്ലാക്ക് ബെൽറ്റ് ആണ് മാർഷൽ ആർട്സിൽ. അതുകൊണ്ട് സ്നേഹബിനോയ് എന്നല്ല, ആര് വന്നാലും പിടിച്ചേക്കാൻ പറ്റില്ല. എടുത്ത് മലത്ത് സാറേ. ഇപ്പോൾ എം ഡി സാർ നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ബോധം കെട്ട് വീണുപോയ ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, എത്ര വെയിറ്റുള്ള വ്യക്തിയാണെങ്കിലും നമുക്ക് പൊക്കിക്കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൊരു ടെക്നിക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. എം ഡി സാർ ദിവസം എന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുക. കാരണം 75 കിലോ ഉള്ള എന്നെ പൊക്കൊന്നും ഞാൻ വിചാരിച്ചില്ല, സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സാർ എന്നെ കൊണ്ട് 2 റൗണ്ടൊക്കെ അടിച്ച്. എം ഡി സാർ യോഗ മാത്രമല്ല ജിമ്മിലും പോലുണ്ടോയെന്ന് കൂടിയാണ് എൻ്റെ ബലമായ സംശയം. ചൈനയിലെ സ്ത്രീകൾ എങ്ങനെയാണ് ഇരിക്കുക എന്നാണ് ഇപ്പോൾ ശ്രീകുമാർ സാർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത്. അങ്ങനെ പോയിട്ട് വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ വീട്ടുകാർ പറയുമ്പോൾ ഭ്രാന്താന്ന്. ಎಚ್ಚರಗೊಂಡ ಗುರುವು ಗೋಡೆ ಹುಳುವನ್ನು ನೋಡಿ ಹೀಗಂದರು, ಎಲ್ಲವೋ ಹುಳುವೆ, ಹೇಗೆ ನನ್ನನ್ನು ಎಚ್ಚರಗೊಳಿಸಿದೆ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവൻ മെഡിറ്റേറ്റ് ചെയ്യാന്ന്? പക്ഷെ ഇവൻ നന്നായിട്ട് ഉറങ്ങുകയാണ്. ബാഗിൽ കോഴിക്കുട്ടി. ഗൈസ് ഇനി ശ്രീകുമാർ സാറിന്റെ കോർ സ്ട്രെങ്ത് എനിക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. ഓ കേറി ഗൈസ് നമ്മൾ യോഗ വിചാരിച്ചാലല്ല, നല്ല കോറിന് നല്ല സ്ട്രെങ്ത് കൂടുന്നുണ്ട് അല്ലേ? കോറിനും എനിക്ക് രാവിലെ മറ്റേ ഇതുണ്ടായിരുന്നു, നല്ല കോൾഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞപ്പോ മൂക്കെല്ലാം ഓപ്പൺ ആയി, എല്ലാം റെഡി. ബോഡി ലൈറ്റ് നല്ല ഫാറ്റൊക്കെ വേണമായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, നല്ല ഫ്ലെക്സിബിൾ ആയി. എനിക്ക് വയറൊക്കെ നല്ല പറഞ്ഞു. ഇൻസ്പയറിംഗ് ആയിരുന്നു, റിഫ്ലെക്സീവ് ആണ്. സയന്റിഫിക് മെത്തേഡിലൂടെ പല കാര്യങ്ങളിലാണ് പറഞ്ഞത്. ഇന്നാണ് എത്തിപ്പെട്ടത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ? ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതിലും പിന്നെ വീഡിയോ എടുക്കുന്ന സാധനം അതില് ഹാൻഡിൽ കാണിച്ചു കൊടുത്തു. അതില് കയ്യിന്റെ മുകളിൽ. ഇനി അടുത്ത സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ അല്ല, ഇത് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകും. ഓക്കെ ബൈ. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളിനി പോകുമ്പോൾ പാലസിന്റെ അങ്ങോട്ടാ. പാലസിന്റെ അവിടെ എന്തെങ്കിലും നല്ലത് കഴിക്കാൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പരിപാടിയിൽ ചെറിയൊരു മാറ്റിട്ട് മൈസൂർ എത്തിയിരിക്കുന്നു. അതെ, നമ്മള് തത്തമ്മ സാഞ്ചറിലേക്കല്ല ഇപ്പൊ പോകുന്നത്. നമ്മളിപ്പോ മൈസൂർ പാലസിലേക്ക് വന്നത് തത്തമ്മ ചാമ്പി. ഇനി അടുത്തായിരിക്കും നമ്മൾ തത്തമ്മയിലേക്ക് പോകുന്നത്. നമുക്ക് അനിരുദ്ധിന്റെ ഗാംബ്ലിംഗ് ആണ്, അയ്യോ അല്ല, ബാർഗനിങ് ആണ് കാണുന്നത്.
നൈസ്. 50 ഉണ്ട്, ഇത് 180. ഓക്കെ നമ്മൾ 50 റുപ്പീസ് ഓ അത് ഗൈസ്, അങ്ങനെ മൈസൂർ പാലസിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് എൻ്റെ കണ്ടകശിനി സ്റ്റാർട്ട് ആകുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൊബൈലിൻ്റെ മൈക്രോഫോൺ പാലസിൻ്റെ ഉള്ളിൽ കയറുന്ന തൊട്ടിട്ട് പുറത്തിറങ്ങുന്ന വരെ അങ്ങ് അടിച്ചുപോയി. പിന്നെ ഞാൻ പറയുന്ന ഒന്നും വോയിസ് റെക്കോർഡാവുന്നില്ല ക്യാമറയിൽ. ഗൈസ്, ഈ കൊച്ചു കാരണം ഞങ്ങൾ 1 മണിക്കൂർ ഡിലേ ആയി. കാരണം ഇതിനൊരു 100 ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് ഇതിന് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. ഇതിനൊരു 150 ഫോട്ടോ എടുത്ത് കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് 1 അവർ ലേറ്റ് ആയി. ഇതാണ് ഞങ്ങളുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ. എന്താ ഗ്ലാമർ. പാലസിൻ്റെ ഉള്ളിലെ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ക്യാമറയും ട്രൈപ്പോഡും ഇങ്ങനെ തൂക്കി കിടക്കുന്നതിനെ കൊണ്ട് വരുന്ന ടൂറിസ്റ്റുകളൊക്കെ എന്നെ കൊണ്ട് അവിടുന്ന് ഫോട്ടോ എടുപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ഞാനങ്ങ് വഴിതെറ്റിപ്പോയി. പിന്നെ എൻ്റെ കൂടെ ഉള്ളവരൊന്നും എനിക്ക് കാണുന്നില്ല. അങ്ങനെ വഴിതെറ്റിപ്പോയി എന്നെ കണ്ടുപിടിക്കാൻ വന്ന ദേവതയായിരുന്നു വിസ്മയ. വിസ്മയ എന്നെ കണ്ടുപിടിച്ചതിനെ കൊണ്ട് ഞാൻ ഒരുപാട് അങ്ങ് വഴിതെറ്റിപ്പോയില്ല. താങ്ക് യു വിസ്മയ. ശതകോടി പ്രഥമം. പരിപാടിയിൽ ചെറിയൊരു മാറ്റം പ്ലാൻ ചെയ്ത പോലെ ഒന്നും ഇല്ല. നമ്മളിപ്പോ വൃന്ദാവൻ ലൈറ്റ് ഷോ കാണിച്ചു. 1 മണിക്കൂറിന്റെ ലൈറ്റ് ഷോ. ഇത് മറുകുള്ളവൻ അച്ചു, മറുകില്ലാത്തവൻ അപ്പു. ഗൈസ്, ഞങ്ങൾ ശരിക്കും അമൃതരാജിനെ വല്ലാണ്ട് മിസ് ചെയ്തു. അമൃതരാജ് ചേട്ടൻ പുള്ളിക്കാരന്റെ വൈഫിനെ മലപ്പുറത്തേക്ക് ട്രാൻസ്ഫർ കിട്ടിയത്. അതെ, വി മിസ് യു. കാരണം നിങ്ങളുടെ ഓരോ കവിതകളും ഞങ്ങൾ ഇവിടെ മിസ് ചെയ്യുന്നുണ്ട്. ആരവൾ, അവളവൾ, അതൊക്കെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ആരൊക്കെയാ? നമ്മുടെ ജിൻസിയേച്ചിനെ മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പായസം ഉണ്ടാക്കുന്ന ചേച്ചിയാണ് അപർണേച്ചി, ലേന, പിന്നെ എന്തെന്ന് മുത്മൈൻഹ. അതൊക്കെ മതി. ഇത്രയും പേരെ ഞങ്ങൾ മിസ്. വൃന്ദാവന് ആദ്യമായിട്ടാണ് വെളിച്ചത് കാണുന്നത്. ഇത്രയും കാലം ഞാൻ രാത്രി ഇരുന്നുണ്ടത്. ഗൈസ്, പിന്നെ വരുന്ന വഴിക്ക് ഏതോ ഒരു ലീലാമണി നമ്മളുടെ ആദിലിന് കയറി എന്തോ ചെയ്തു. ഗൈസ്, വരുന്ന വഴി ക്ലാപ്പ് ടീം ആദിലിന് എന്തോ ചെയ്ത്. അതിലെ കാട്ടാൻ തിരിച്ചു കടിക്കണ അവളെ. അവളല്ല, അവനെ. ഗൈസ്, നല്ല പാടം പോലെ വെട്ടിവെച്ച വൃന്ദാവൻ ഗാർഡനാണ് ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത്. ഗൈസ്, സായന്ത് വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. സായന്ത് ആർക്കും കൊടുക്കാതെ കുറച്ച് ബ്രെഡ് കഴിച്ച്, ആർക്കും കൊടുക്കാതെ അവസാനം ഡേറ്റ് കഴിഞ്ഞ ബ്രെഡായിരുന്നു കഴിച്ചത്. അതുകൊണ്ട് ഇപ്പൊ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നോട് 1000 വട്ടം ഇവൻ ചോദിച്ചു കൊടുക്കോ തരുമോന്ന്. നീ നിന്റെ ഗൈസ്, നമ്മൾ മിസ് ചെയ്ത ഇൻഹ വീഡിയോ കോൾ വഴി ബ്ലോഗിൽ വന്നിരിക്കുന്നു. ഇൻഹ എവിടെയാ? ഗ്രീൻ ഹൗസിലോ? അല്ല സായന്ത്, ഇങ്ങോട്ടാ പുതിയ കക്കൂസ് കണ്ടുപിടിച്ചാ? സായൻസ് നോ, ഡാൻസ് കളിക്കാൻ പറ്റിയ ടൈമല്ല ഇത്. ഇപ്പൊ ഡാൻസ് കളിച്ചാൽ സായന്തിന് പ്രശ്നമാവും. ഗൈസ്, വാ പൊളിച്ചിരിക്കുന്ന ഡോൾഫിൻ. വാവ്. പക്ഷെ ഡോൾഫിന്റെ ബാക്കിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ. ഓ, വേസ്റ്റ് എടുക്കുന്നത്. ഗൈസ്, മച്ചു ഇവിടെ വന്നിട്ടും ബോയ് ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കുകയാണ്. ഹായ് മച്ചു. ആരാ? അമ്മയാണെന്നോ? ഓ, അമ്മന്നാ അപ്പൊ സേവ് ചെയ്തിരിക്കുന്നത്. ഗൈസ്, ഇതിനു വേണ്ടിയായിരുന്നു ഞങ്ങൾ ഇത്രയും നടന്നത്. സായന്ത് ഇത്രയും ദുരിതം അനുഭവിച്ചത്. വൃന്ദാവനിലെ പരിപാടി ആയിട്ടാണ്. പുറത്ത് നല്ല ചിക്കൻ പൊരിച്ചത്, ഞണ്ട് പൊരിച്ചൊക്കെ ഉണ്ട്. അതൊക്കെ കഴിക്കണം. 3-4 ദിവസമായിട്ട് നല്ല ഒടുക്കത്തെ പച്ചക്കറി ബുക്കായിരുന്നു. നോക്കിയിട്ടേ കഴിക്കുള്ളൂ. പക്ഷെ വേറാണെങ്കിലോ സായന്തിന്റെ അവസ്ഥ നമുക്ക് വരാൻ പാടില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച എല്ലാ കാര്യങ്ങളിലും സായന്തിന് കുഴപ്പമൊന്നുമില്ല. ചെറിയതായിട്ട് ഡേറ്റ് കഴിഞ്ഞൊരു ബ്രെഡ് കഴിച്ച് ആക്രാന്തം മൂന്നിട്ട് അപ്പുറത്ത് നിൽക്കുന്നവന് കൊടുത്തില്ല. ഇന്നലെ ചാമിങ് പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ നീലിമ നമുക്ക് കാഴ്ചവെച്ചത്. കാരണം എല്ലാം ഡിക്രൂസിന്റെ അനുഗ്രഹം ഒന്നല്ല, അവൾക്ക് കൊടുത്ത ഡയലോഗല്ല ഇവള് പറഞ്ഞേ. പിന്നെ 3-4 സാധനം ഇവള് കൈ നിന്നിട്ട് കണ്ടുന്ന എനിക്ക് ടെൻഷൻ അടിച്ചു. കാരണം സ്ക്രിപ്റ്റ് ചെയ്ത് ഞാനാ. ഗൈസ്, അങ്ങനെ പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നും നടന്നില്ല. ഇപ്പൊ നമ്മള് ഫുഡ് മേടിച്ചിട്ട്, എന്റെ കൂടെ ഉള്ളത് ശ്വേജയാണ്. ഞാൻ ഫുഡ് മേടിച്ചിട്ട് ഇപ്പൊ ബസ്സിന്റെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല. പാലം ഫുള്ള് ഇഷ്യൂ ആയതിനെ കൊണ്ട് അവിടെ കുറെ അടിച്ചു മരുന്ന ടീംസൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ തിരിച്ച് ബസ്സിന്റെ ആ ഏരിയയിലോട്ട് പോകുന്നു. ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. 2 പേര് ഹോസ്പിറ്റലിൽ. ഉണ്ണിമായ ഹോസ്പിറ്റലൈസ്ഡ് ആയി. ചെറിയ ഷിവറിങ്ങും പിന്നെ ചെറിയൊരു തലർക്കും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ്. അല്ല, ഉണ്ണിമായ്ക്ക് എന്താ പറ്റിയേ? ഓള് വെള്ളം കുടിച്ചിരുന്നോ? എന്നിട്ട് ഓള് റെസ്പോണ്ട് ചെയ്തോ? ഇല്ല, അവക്ക് ബോധമില്ലേ. ബോധമില്ലേ, ഫുള്ള് വേറെ തലകറങ്ങി ഒരു കുഴപ്പമില്ല, ആക്റ്റീവായിട്ടാണ്. ഗൈസ്, ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇവന്റെ മാസ്റ്റർ മൈൻഡാണ്. കാരണം ഞങ്ങൾക്കൊരു ഇളനീര് കിട്ടി, പക്ഷേ ഈ ഇളനീര് പൊളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവനൊരു ടെക്നിക്ക് ഉപയോഗിച്ച് ആ ടെക്നിക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. ആ ബസ്സിന് ഡ്രൈവർ കേൾക്കാതിരിക്കാൻ ഇവൻ ഓരോ വട്ടം കുത്തുമ്പോഴും ഞങ്ങൾ ബസ്സിൽ എല്ലാവരും കുരച്ചുകൊണ്ടിരുന്നു. ഗൈസ്, സക്സസ്ഫുള്ളി കിട്ടി. ഇതിന്റെ പിമ്പിൽ മോഹൻദാസ് സാറിന്റെ വെളുത്ത കരങ്ങളാണ്. ബസ്സിന്റെ ഡ്രൈവർ ഇത് കാണുന്നുണ്ടെങ്കിൽ എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കേണ്ടതാണ്.
ഇച്ചക്കെന്നെ ഇഷ്ടല്ലേ? അങ്ക് ഓക്കെന്നെ ബേ. ഇച്ച പൊളിയല്ലേ? ഇച്ചാനെ ആർക്ക് ഇഷ്ടാവ? ഗൈസ് ഇവിടെ ഓരോരുത്തരും മേടിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റാണിത്. ഇത് തിങ്കൾ കലമാൻ. ഇന്ന് ഫുള്ള് പ്രശ്നങ്ങളാണ്. ഇന്ന് ഉണ്ണിമായന്റെ ബോധം പോയി, ഷിഫാനെ ഛർദ്ദിച്ച്, ഇപ്പൊ ഹിബേന്റെ BP ലോയി. ഇന്ന് ഫുള്ള് ഹെൽത്ത് ഇഷ്യൂസ് ആണ് എല്ലാവർക്കും. ഞാനിപ്പോ ഈ BP പറഞ്ഞിട്ട് നാരൊക്കെ വാങ്ങാൻ പോയത്, അത് കൊണ്ട കൊടുക്കണേ. ഗൈസ് ഇതാണ് BP ലോ ആയ ഹിബ. ഈ ഹിബയുടെ ലോ ആയ BP ഇതിലൂടെ നമ്മൾ വീണ്ടെടുക്കും. ഗൈസ് നേരത്തെ ഒരു സാധനം പറഞ്ഞല്ലേ, ഇതാണ് സായന്ത് തിന്നതിന്റെ ബാക്കി. ഇത് നമുക്ക് ആർക്കാ കൊടുക്കുക? നമുക്ക് ആദ്യം കൊടുത്താലോ? അല്ല ഓക്കെന്താ പറ്റിയേ? ഓള് തലകറങ്ങി പോയി പെട്ടെന്ന് റോഡ്. ഓള് ഞാൻ നോക്കുമ്പോ തലകറങ്ങി പോയി. അപ്പൊ നമ്മളിപ്പോ മുന്നേറിക്കൊണ്ടിരിക്കുക. എങ്ങോട്ട്? സരോവരം. അയ്യോ സരോവരല്ല, നമ്മളെങ്ങോട്ടാ പോന്നേ? നമ്മള് ബന്ധിപ്പോയി. അയ്യടാ